സാം, നമുക്ക് നാളെ ഒരു പരീക്ഷണം നടത്തണം. നളിനിയെ മാലിനിയെ പോലെ ഉടുപ്പിച്ചൊരുക്കി ഈ മാലയും കഴുത്തിൽ അണിയിച്ച് ചന്ദ്രന്റെ അടുക്കിലേക്ക് അയക്കാം. ചന്ദ്രന്റെ ഉപബോധ മനസ്സിൽ ഈ ആനയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ജയിച്ചു. ആ ഹോട്ടൽ മാനേജരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും. യെസ് സാർ, മഞ്ഞളും ചുണ്ണാമ്പും പോലെ എല്ലാം തെളിയും. ഗുഡ് ഗുഡ് ഗുഡ്. എന്റെ മമ്മി ഹോട്ടലിലുണ്ടോ? എന്നാലേ ഞാൻ മമ്മി ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. കുമാർ, ഞാൻ എന്റെ വാക്ക് പാലിച്ചു. നിങ്ങൾ ആവശ്യപ്പെട്ട രേഖകൾ ഇതിലുണ്ട്. താങ്ക് യു സാർ. മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ടാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ മുറിയിൽ പോയി മറ്റെടുത്തോണ്ട് വരാം. ഓക്കെ. That's right. Okay. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ മാനേജർ എവിടെ? വെൽ, യു ആർ ജസ്റ്റ് ഹിയർ. മുകളിലേക്ക് പോയി. കൊല്ലുന്നു. He's dead. പേടിക്കാൻ ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളെ. ഇങ്ങനെ കയറിട്ട് ഇറുക്കി കൊന്നത് ഞാൻ കണ്ടത് അങ്കിൾ. ആരാ മോളെ കയറിട്ട് ഇങ്ങനെ ഇറുക്കി കൊന്നത്? കണ്ട പേടിയാകും. മോള് ആളെ ശരിക്ക് കണ്ടോ? കണ്ടു അങ്കിൾ. കുഴപ്പമായല്ലോ മോളെ. ഈ റാസ്കൽസിൽ വല്ലവരുമാണോ? കീപ് ക്വയറ്റ്. ഇനിയും അയാളെ കണ്ടാ മോക്ക് അറിയാമോ? പേടിക്കാതെ പറയും മോളെ. അയാളെ കണ്ടാൽ അറിയാവോ? ഒരാളാ, ഒത്തിരി ഒത്തിരി പൊക്കമുണ്ട്, നല്ല ചുരുണ്ട മുടിയ. ആ കുഞ്ഞ് ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നാം സുരക്ഷിതരല്ല. നിന്നെ കണ്ടാൽ തിരിച്ചറിയുമെന്നാണ് ആ കുഞ്ഞ് പോലീസോട് പറഞ്ഞത്. അത് അപകടമാകുമല്ലോ സാർ. അതെ, അത് അപകടമാണ്. കഴിയുന്നതും വേഗം ആ ശല്യം ശാശ്വതമായിട്ട് അവസാനിപ്പിക്കണം. ഓക്കെ സാർ. അതുകൂടി കഴിഞ്ഞാൽ നീ ആവശ്യപ്പെട്ട പണം ഞാൻ തരുന്നതായിരിക്കും. യെസ് സാർ. ഓക്കെ ഓക്കെ. എന്നിട്ട് കുറുക്കച്ചനും തത്തമ്മയും കൂടെ ഒരു കപ്പലുണ്ടാക്കി. ആ കപ്പലിന്റെ കയറി കടലിൽ കൂടെ നേരെ കിഴക്കോട്ട് പോയി. അങ്കിൾ കേൾക്കുന്നുണ്ടോ? നീ കൊലപാതകിയാണ്. നീയാണ് അന്ന് രാത്രി അവൾ ഇരുമ്പോടി കൊണ്ട് അടിച്ചു വന്നത്. നിന്നെ നളിനി, ഞാൻ എവിടെയാണ്? താങ്ക് ഗോഡ്. ചന്ദ്രന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ചേട്ടാ, ചേട്ടാ. ചന്ദ്ര, ചന്ദ്ര. ഇതല്ലേ കുഞ്ഞെ? പിടിയവളെ. പോകാനാണോ? അവള് പേടിച്ച് പുറത്തേക്ക് ഓടിയിരിക്കുമോ? സാർ, ആ കുട്ടി വീട്ടിന് പുറത്തു പോകുന്ന അപകടമാണ്. ആ കഴുകന്മാരുടെ കയ്യിൽ കിട്ടിയാൽ സാർ, ഇതാ കുഞ്ഞ്. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഇനി എന്റെ പണം തരൂ. പണം? നഷ്ടപ്പെട്ട രത്നങ്ങൾ കിട്ടിയാൽ അതിന്റെ പങ്ക് തരാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് കിട്ടിയില്ല. ഞാൻ എന്ത് വേണം? ആ അടവ് ദാമുവിനോട് മാത്രം വേണ്ട. എനിക്കിപ്പോൾ പണം വേണം. ആട്ടെ, ഈ രാത്രി കഴിയട്ടെ. നമ്മുടെ എല്ലാ ഇടപാടുകളും രാത്രിയിലായിരുന്നല്ലോ. നേരമില്ല. പണമെടുക്കൂ.
മാലിനി, മാപ്പ്, മാപ്പ്. ഏതാണ് ഈ സ്ത്രീ? നിങ്ങളെ വഞ്ചിച്ചവളാണ് ഞാൻ. ഞാനാണ് എമിലിയെ കൊന്നത്. അതെ, ഞാൻ ശേഖരന്റെ ഭാര്യ. അസ്പഷ്ടാനന്ദ സ്വാമികൾ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന കാലം മുതൽ ഞങ്ങൾ ബന്ധപ്പെട്ടതാണ്. ശേഖരാണോ അസ്പഷ്ടാനന്ദ സ്വാമി? എന്റെ ഭർത്താവ് എമിലിയിൽ മയങ്ങി എന്നിൽ നിന്ന് അകന്നു പോകുന്നതായി ഞാൻ തെറ്റിദ്ധരിച്ചു. ഒരു ദിവസം അവളുടെ അടുത്തേക്ക് പോയ അദ്ദേഹത്തെ ഞാൻ തടഞ്ഞു നിർത്തി. അദ്ദേഹം എന്റെ മുഖത്ത് അടിച്ചിട്ട് പോയി. എമിലിയുമായുള്ള ആ ബന്ധം അന്നോടെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. കാറെടുത്ത് ഞാൻ ഹോട്ടലിലേക്ക് പോയി. വഴിവെക്കിൽ നിന്ന് നൃത്തം ചെയ്യുന്നു ഒരു ഭ്രാന്തനെ കണ്ട് ഞാൻ വണ്ടി നിർത്തി. എമിലിയെ കൊല്ലാനുള്ള ഒരു കരുവായി അയാളെ ഉപയോഗപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു. ഒരു വിധത്തിൽ ഞാൻ അയാളെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റി. മുറിയിൽ കടന്നപ്പോൾ എമിൽ ആർക്കോ ഫോൺ ചെയ്യുകയായിരുന്നു. സംഭവിച്ചത്. എന്റെ പ്രവൃത്തിയുടെ ഫലം ഞാൻ അനുഭവിക്കുന്നു. ജയിലെവിടെ കുഞ്ഞ്? ഇൻസ്പെക്ടർ, ആരും ഈ വാതിൽ കൂടി രക്ഷപ്പെടാൻ നോക്കിക്കൊള്ളൂ. ജയ്, കമാൺ.
കൊണ്ടുവരും ഇവിടെ. ഓ മോളെ ജെയിൻ, അസ്പഷ്ടാനന്ദ സ്വാമികളെ, ഇനി കാര്യങ്ങൾ സ്പഷ്ടമായി ഗ്രഹിച്ചാലും നിങ്ങൾക്ക് പോലീസിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. അന്ന് രത്നങ്ങൾ അയച്ച ബാഗിൽ നിന്നും കിട്ടിയ കത്ത്, ഉഗണ്ടായിൽ നിന്നും വന്ന രത്നങ്ങൾ അയക്കുന്നു. സുരക്ഷിതമായി ഞങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജീപ്പിൽ ടൈം ബോംബ് വെച്ച് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ ഫലിച്ചില്ല. ദൈവകൃപയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. സാം, ഇവരെല്ലാം ജീപ്പിൽ കയറ്റും. അപ്പോൾ അനുവാദം മാത്രം മതി, അനുഗ്രഹം വേണ്ട അല്ലേ? അല്ല, അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കുമല്ലോ. എപ്പോഴും ഉണ്ടാകും മനെ. സാർ, എക്സ്ക്യൂസ് മീ, എല്ലാം മംഗളമായിട്ട് കലാശിക്കും. വിവാഹവും താമസിയാതെ നടക്കും. സത്യം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഞങ്ങൾ ഒരു സത്യം മറച്ചു വയ്ക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങയുടെ മകൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അമ്മയായിപ്പോയി. എന്ത്? താമരശ്ശേരി കർത്താവിന്റെ മകളാണോ? ആ മകളുടെ മകളാണ് ഇവൾ.